നെക്സ്റ്റ് ഈസ് സ്ട്രീം ലൈൻ ഫ്ലോ. എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ? ഇനി നമ്മൾ ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് പഠിച്ചിരുന്നു. ഇനി ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡാണ് പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് സ്ട്രീം ലൈൻ ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് വെരി ലോ സ്പീഡ്. ഒരു ഇറഗുലർ ഷേപ്പുള്ളൊരു ഗ്രൗണ്ടാണ് കേട്ടോ. ഓക്കെ, ഷേപ്പ് ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിൽ കൂടി ഫ്ലൂയിഡ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് ലോ സ്പീഡ്. വളരെ ലോ ആയിട്ടുള്ള സ്പീഡിൽ കൂടി ഈ ഫ്ലൂയിഡ് കണ്ടില്ലേ, ഇങ്ങനെ ഫ്ലൂയിഡ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഇത് സ്ലോ ആയിട്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ പ്രത്യേകത? ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു പോയിൻ്റ് എടുക്കാം. ഓക്കെ, ഈ ഫ്ലോയിൽ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു പോയിൻ്റ് എടുക്കാം. ആ പോയിന്റിൽ ഏത് സമയത്ത് നോക്കിയാലും അവിടുത്തെ വെലോസിറ്റി, അവിടെയുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫിക്സഡ് ആയിരിക്കും. ഇത് വളരെ ലോ സ്പീഡിലാണ് മൂവ് ചെയ്യണമെങ്കിൽ കേട്ടോ. ഈ പോയിന്റ് ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ളൊരു പോയിൻ്റാണ് എ എങ്കിൽ ഏത് സമയത്തും നോക്കിയാലും ആ പോയിന്റിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫിക്സഡ് ആണ്. അതിങ്ങനെ മാറുന്നില്ല, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അതുപോലെ വേറൊരു പോയിന്റ് എടുക്കുക, ബി എന്ന് പറഞ്ഞ പോയിന്റ്. അവിടെ നോക്കിക്കഴിഞ്ഞാലും അവിടെ വെലോസിറ്റി ഫിക്സഡ് ആണ്. ഈ രണ്ട് സ്ഥലത്തും ഒരേ വെലോസിറ്റി ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഏത് സമയത്ത് നോക്കിയാലും എ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫിക്സഡ് ആണ്. ബി എന്ന് പറഞ്ഞ വേറൊരു ഏത് പോയിന്റ് എടുത്താലും ശരി, അവിടെ എത്തുന്ന ഏത് സമയത്ത് മെഷർ ചെയ്താലും ആ പോയിന്റിലുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഫിക്സഡ് ആണ്. അപ്പോൾ അറ്റ് എ ഗിവൺ പോയിന്റ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഫിക്സഡ് ആണെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ സ്പീഡ് വളരെ കുറവായിരിക്കണം. ഈ ഫ്ലൂയിഡ് നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്താൽ ശരിയാവില്ല. ഇപ്പോൾ വെള്ളച്ചാട്ടം വരുന്ന സമയത്ത് ഇത് സ്ട്രീം ലൈൻ ഫ്ലോ ആവില്ല. കാരണം നല്ലൊരു മനസ്സിലായില്ല, വാട്ടർ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലൊരു വെള്ളച്ചാട്ടം എടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സഡ് ആയിരിക്കില്ല. അപ്പോൾ ഒരു ചെറിയൊരു സ്പീഡിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ വരും. ഓക്കെ, അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ വരുന്നില്ലെങ്കിൽ നമ്മളതിനെ ടർബുലൻറ്റ് ഫ്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ അവിടെയുള്ള വെലോസിറ്റി ഓരോ സമയത്തും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ദ ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് സെഡ് ടു ബി സ്റ്റഡി if at any given point the velocity of each passing fluid particle remains constant in time. ക്ലിയർ ആയല്ലോ ഇത് അല്ലേ?